മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനീ പ്രബോധനം തൻ്റെ കാലശേഷം ഏൽപ്പിക്കപ്പെട്ട ഒരു വിഭാഗമാണ് ഉലമാക്കൾ. സൂറത്തു സുമറിൻ്റെ 9-ാമത്തെ ആയത്തിൽ ഒരു ചോദ്യമുണ്ട്. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ എന്നതാണ് ആ ചോദ്യം. പ്രത്യക്ഷത്തിൽ നോക്കിയാൽ അത് ഒരു ചോദ്യമാണെന്ന് തോന്നും, പക്ഷെ അതിൽ 3 ചോദ്യമുണ്ട്. ഖുൽ നബിയെ താങ്കൾ ചോദിക്കുക, ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ, വിവരമുള്ള എല്ലാവരും ഒരേ മാതിരിയാണോ എന്നാണ് ആദ്യത്തെ ചോദ്യം. വല്ലദീന ലാ യഅലമൂൻ എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്ത എല്ലാവരും ഒരേ മാതിരിയാണോ എന്നാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യമാണ് വിവരമുള്ളവരും വിവരമില്ലാത്തവരും ഒരേ മാതിരിയാണോ എന്ന ചോദ്യം. അങ്ങനെ 3 ചോദ്യം അതിലുണ്ട്. ആ ആയത്ത് തുടങ്ങുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെയും ആഖിറത്തിനെയും ഒക്കെ ആലോചിക്കുന്ന, ചിന്തിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടും ആ ആയത്ത് അവസാനിക്കുന്നത് ഉലുൽ അൽബാബ് എന്ന ബുദ്ധിയുള്ള ആൾക്കാരെ പറ്റി പറഞ്ഞുകൊണ്ടുമാണ്. വിവരമുള്ള എല്ലാ മനുഷ്യന്മാരും ഒരേമാതിരി അല്ല എന്നുള്ളിടത്തുനിന്ന് തുടങ്ങുമ്പോൾ ശരിക്കും ആലിം എന്ന് പറഞ്ഞാൽ അതൊരു സാങ്കേതികമായ പ്രയോഗമാണെന്നാണ്. എല്ലാ വിവരമുള്ള ആൾക്കാർക്കും ആലിം എന്ന് പറയില്ല എന്നാണ്. ഇപ്പൊ ഡ്രൈവിംഗ് ഒരു വിവരം തന്നെയാണ്, പക്ഷെ ഡ്രൈവിംഗ് അറിയുന്ന ആളെ ആലിം എന്ന് പറയില്ലല്ലോ. കൃഷി എന്ന് പറയുന്നത് ഒരു വിവരാണ്, കർഷകനെ ആലിം എന്ന് പറയില്ല. മൈക്ക നന്നാക്കല് ഒരു ഇൽമാണ്, മൈക്ക നന്നാക്കുന്ന ആളെ ആലിം എന്ന് പറയില്ല. ഈ പ്രസംഗം റെക്കോർഡ് ചെയ്യൽ ഒരു ഇൽമ തന്നെയാണ്, പക്ഷെ അത് റെക്കോർഡ് ചെയ്യുന്ന ആളെ അതുകൊണ്ട് ആലിം എന്ന് പറയില്ല. ആലിം എന്ന് പറയണമെങ്കിൽ വേറെ കാരണം ഉണ്ടായിരിക്കണം. അപ്പൊ ആലിം എന്ന് പറഞ്ഞത് ഒരു സാങ്കേതികമായ പ്രയോഗമാണ്. ഇൽമ് അതിൻ്റെ അസ്ലിലേക്ക് ചേരുക എന്നുള്ളത് വലിയ മഹത്വമുള്ളതാണ് എന്നാണ്. അതായത് ബിസിനസ്സുകാരൻ്റെ മകൻ ബിസിനസ്സുകാരനായാൽ അതിന് 10 മാറ്റുണ്ടാവും. ഹാഫിദിൻ്റെ മകൻ ഹാഫിദായാൽ അതിന് മാറ്റ് കൂടുതലുണ്ടാവും. ആലിമിൻ്റെ മകൻ ആലിമായാൽ അതിന് പവിത്രത വളരെ കൂടുതലുണ്ടായിരിക്കും. അതിനാണ് ഇൽമ് അതിൻ്റെ അഹ്ലിലേക്ക് ചേർക്കുക, ഇൽമ് അതിൻ്റെ അസ്ലിലേക്ക് ചേരുക എന്നെല്ലാം പറയുന്നത്. ഇൽമ് അതിൻ്റെ അസ്ലിലേക്ക് ചേർന്ന ആളാണ് മഹാനായ ശംസുൽ ഉലമാ റഹിമഹുല്ലാ എന്ന് കാണാം. ഏതൊരു മനുഷ്യനെ കുറിച്ച് പഠിക്കുമ്പോഴും ആദ്യം പഠിക്കുക ആ മനുഷ്യന്റെ വാപ്പാനെ കുറിച്ചായിരിക്കും. രണ്ടാമത് ഏതൊരു മനുഷ്യനെ കുറിച്ച് പഠിക്കുമ്പോഴും കൂട്ടുകാരനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. മഹാനായ ശംസുൽ ഉലമാ റഹിമഹുല്ലയുടെ വലിയൊരു പ്രത്യേകത വാപ്പാരും ഔലിയാക്കളാണ്, ഉസ്താദന്മാരും ഔലിയാക്കളാണ്, ശിഷ്യന്മാരും ഔലിയാക്കളാണ് എന്നുള്ളതാണ്. ശംസുൽ ഉലമാ റഹിമഹുല്ലയുടെ വാപ്പാര പരമ്പര സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിലേക്കാണ് എത്തിച്ചേരുന്നത് എന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തന്നെ നേരിട്ട് മുൻകൈയെടുത്ത് പ്രസിദ്ധീകരിച്ച ശംസുൽ ഉലമയുടെ സ്മരണികയിൽ പറയുന്നുണ്ട്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് ധാരാളം പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. സിദ്ദീഖിന്റെ റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആജ്ഞാശക്തിയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്ഥിരമായിട്ട് വാള് കൊണ്ടെടുക്കുന്ന ആളല്ല എന്നാണ് താരീഖിലുള്ളത്. വാള് ഉപയോഗിക്കും, പക്ഷെ സ്ഥിരം ഇങ്ങനെ. ഉമർ റളിയല്ലാഹു അൻഹു സ്ഥിരമായിട്ട് വാള് കൊണ്ടെടുക്കുന്ന ആളാണ്. അലി റളിയല്ലാഹു അൻഹു സ്ഥിരമായി വാള് കൊണ്ടെടുക്കുന്ന ആളാണ്. പക്ഷെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്ഥിരമായിട്ട് വാള് കൊണ്ടെടുക്കുന്ന ആളല്ല. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ആളല്ല. ആവശ്യമുണ്ടെങ്കിൽ ദേഷ്യപ്പെടും എന്നുള്ള ഒഴിച്ചാൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മാതിരി ദേഷ്യപ്പെടൂല എന്നർത്ഥം. താരതമ്യേന ദേഷ്യപ്പെടൽ കുറവാണ്. അങ്ങനെയൊക്കെ ആയാലും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ വന്നാൽ സാധാരണ ഇരിക്കാറുള്ള സ്ഥലത്ത് ഒരു ദിവസം മഹാനവർകൾ വരാൻ സമയം വൈകിയാൽ വേറൊരാൾക്ക് കയറിയിരിക്കാൻ കഴിയൂല എന്നുള്ളതാണ് സിദ്ദീഖുൽ അക്ബറിന്റെ പ്രത്യേകത. ഇരുന്ന എന്തേലും കാട്ടിയിട്ട ഒന്നും കാട്ടൊന്നുമില്ല, കയ്യണ്ടേ അവിടെ കയറിയിരിക്കാൻ, അത് കഴിയൂല എന്നുള്ളതാണ് മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ആ പാരമ്പര്യത്തിന് ആ പ്രത്യേകത ഉണ്ടായിരിക്കുമല്ലോ.
അതുകൊണ്ട് ഏതൊരു മനുഷ്യനെ കുറിച്ച് പഠിക്കുമ്പോഴും ആദ്യം പഠിക്കുന്നത് പിതാക്കന്മാരെ കുറിച്ചായിരിക്കും എന്നതാണ്. അവിടെയാണ് നമ്മൾ യമനി പാരമ്പര്യം എന്നതിനെ കുറിച്ച് എപ്പോഴും പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഹിജറ 1333 ശൈഖുന ജനിക്കുന്നത്. 3 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. ഒന്ന്, മഹാനായ ശൈഖുന റഹിമഹുല്ലയുടെ ജനനവും, രണ്ടാമത്തേത് അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള പാരമ്പര്യവും, മൂന്നാമത്തേത് അവരിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തപ്പെടേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളും. മൂന്നാമത്തെ കാര്യം ആദ്യം പറയാൻ എനിക്ക് സാന്ദർഭികമായി തോന്നുന്നു, ബാക്കിയൊക്കെ നമുക്ക് സമയത്തിനനുസരിച്ചും പറയാം. ഒന്ന്, ഉലമാക്കളുടെ സിയ്യ് ശൈഖുനാന്റെ വലിയൊരു പ്രത്യേകതയാണ്. ഉലമാക്കളുടെ സിയ്യ് എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. തട്ടാങ്ങര കുട്ടിയമൗലവി എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു, പരിചയം ഉണ്ടാവും പഴയകാല താരീഖുകളൊക്കെ വായിക്കുന്ന ആളുകൾക്ക്. കുട്ടിയമൗലവി ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വലിയ കുളത്തിൻ്റെ അടുത്തേക്കിന് മൂത്രമൊഴിക്കാൻ മുട്ടി. അപ്പോൾ അവിടെ അങ്ങനെ ചെറിയൊരു കുറ്റിക്കാടുണ്ട്. ആ കുറ്റിക്കാട്ടിൽ പോയിട്ട് മൂത്രമൊഴിച്ച് കുളത്തിലിറങ്ങി മനരിച്ച്. അപ്പം അത് അവിടുത്തെ വലിയൊരു നമ്പൂരിയുടെ മനയുടെ വകയായിട്ടുള്ള കുളമാണ്. അപ്പൊ ഒരാൾ കുളത്തേക്ക് ഇറങ്ങിയ സ്വാഭാവികമായിട്ടും അശുദ്ധാവുമല്ലോ. അപ്പൊ കാര്യസ്ഥനെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മളെ കുളം മൊത്തം ആരോ അശുദ്ധാക്കിയിട്ടുണ്ട്, അയാൾ കയറിയാലൊന്ന് ഇവിടെ വരാൻ പറയുമെന്ന് പറഞ്ഞു. അപ്പൊ കാര്യസ്ഥൻ ചെന്നിട്ട് ഇങ്ങനെ കാത്തു നിന്നു. കുട്ടിയമൗലവി ഓതൊക്കെ ഉണ്ടാക്കിയിട്ട് കല്ലുമ്മ ഇങ്ങനെ തലകെട്ട് വെച്ചിരുന്നു. എടുത്തുങ്ങാണ്ട് തലയിൽ വെച്ചിട്ട് ഇങ്ങനെ കയറി വന്നപ്പോ പറഞ്ഞു, ഇത്രേ അവിടുന്നാണെങ്കിൽ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു എന്നാണ്. അതിനാണ് നമ്മൾ തലകെട്ടിന്റെ പൗറ് എന്ന് പറയാം. ഇതിനാണ് ഉലമാക്കളുടെ സിയ്യ് എന്ന് പറയുന്നത്. ശൈഖുനയിൽ നിന്ന് ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉലമാഇന്റെ സിയ്യിനെ, വേഷത്തെ ശരിയായ നിലയിൽ പരിപാലിച്ചിരുന്ന ആളായിരുന്നു എന്നത് തന്നെയാണ്. ആഴത്തിലുള്ള ഇൽമ് ശൈഖുനയിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഏത് വിഷയമാണെങ്കിലും ആ വിഷയത്തിലെ ആഴത്തിലെ പഠനം. ഞാൻ 8ാം ക്ലാസ്സിൽ നിന്നാണ് ഓതാൻ പോണത്. അപ്പൊ 8ാം ക്ലാസ്സിൽ നിന്ന് ഓതാൻ പോകുമ്പോൾ എനിക്ക് കുറച്ചുകൂടിയൊക്കെ സ്കൂൾക്ക് പോകണമെന്ന് അഭിപ്രായം ഉണ്ടായിരുന്നു. അഭിപ്രായം എപ്പോഴും ഉണ്ട്, അന്നും ഉണ്ട്. അപ്പൊ ആപ്പാട് ഇങ്ങനെ പറഞ്ഞു അത് അത്രയൊക്കെ മതി, സംശയമില്ലൊന്നും അങ്ങനെ തോനെ സ്കൂൾക്ക് പോയിട്ടൊന്നും അല്ലല്ലോ, അതേമാതിരി ഉണ്ടാവുമ്പോൾ സ്കൂളൊക്കെ കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിക്കോളും എന്ന് പറഞ്ഞു. ഞാൻ ജാമിയ നൂരിയ അറബിക് കോളേജിൽ നിന്നും പാസ്സായതിനു ശേഷമാണ് പിന്നെ SLC ചെയ്തത്. പക്ഷെ കുറെ കാലം കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. മഹാനായ ശൈഖുന ശംസുൽ ഉലമ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. അന്ന് ഒരാൾ ഇംഗ്ലീഷ് മീഡിയം 9 കിലോമീറ്റർ നടക്കണം എന്നാണ് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക്, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും 9 കിലോമീറ്റർ നടന്ന് രാവിലെയും വൈകുന്നേരം സ്കൂളിൽ വന്നിട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. പഠനം അവസാനിപ്പിക്കാൻ ഒരു കാരണം ഉണ്ടായി. മഹാനവറുകളുടെ പിതാവ് ഒരു വലിയാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട പ്രധാനിയാണ്. അതാണ് ഞാൻ വാപ്പാര ഔലിയാക്കളാണ് എന്ന് പറഞ്ഞതിലെ 1ാം ഭാഗം. ഒരു ദിവസം ശൈഖുനയുടെ റൂം ഇങ്ങനെ പരിശോധിക്കുമ്പോൾ കുറെ തടിച്ച ഇംഗ്ലീഷ് പുസ്തകങ്ങൾ കണ്ടു. വലിയ വലിയ ചിന്തകന്മാര്, വലിയ വലിയ എഴുത്തുകാര്, അവരുടെയൊക്കെ കുറച്ച് വലിയ പുസ്തകങ്ങൾ ഇങ്ങനെ കണ്ടപ്പോൾ, ഈ പുസ്തകം കണ്ടപ്പോൾ മനസ്സിലായി സംഗതി വല്ല റാഹത്തുണ്ട്. ബുക്കൊക്കെ കണ്ടുമ്പോൾ ഇതൊക്കെ മോൻ വായിക്കണ തന്നെയുള്ളോ എന്നുള്ളത് റാഹത്ത് തന്നെയാണ്. പക്ഷെ ഈ വായന എങ്ങനെ മുന്നോട്ട് കൊണ്ടാന്ന് തീരുമാനിച്ചിട്ട് അന്ന് സ്കൂളിൽ തന്നപ്പോൾ പറഞ്ഞു, ഇനി മതി സ്കൂള് പഠിച്ചത്, ഇനി ഓതാൻ പോകാന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് ഓതാൻ പറഞ്ഞയക്കണത്. അന്ന് ആ വായന നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ സംഗതി പ്രശ്നം തന്നെയാണ്. ചില വായനയൊക്കെ നിർത്തേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ലൈബ്രറി ആദ്യം പരിശോധിച്ച് നോക്കുന്നത്. എല്ലാതും ഇങ്ങനെ നിർത്തി വായിക്കുക എന്നുള്ളത്, ശംസുൽ ഉലമന്റെ വായന ആദ്യം നിർത്തിയിട്ടുണ്ട് വാപ്പ. മഹാനായ ശംസുൽ ഉലമ റളിയല്ലാഹു അൻഹു ഒരു എഞ്ചിനീയറായി എന്ന് വിചാരിക്കുക. നമ്മൾ എഞ്ചിനീയർ ആവാനുള്ള വായനയും പഠനമൊക്കെ മഹാനവറുകൾക്ക് സാധ്യമാവുമല്ലോ. ഒരു പക്ഷേ ഫഖീഹാവാനുള്ള അത്ര വായനയും പഠനവും പരീക്ഷയും ഒന്നും ആവശ്യം ഉണ്ടാവില്ല എഞ്ചിനീയറാന്. മഹാനായ ശംസുൽ ഉലമ വലിയൊരു അറിയപ്പെട്ട എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു വലിയ അറിയപ്പെട്ട ഒരു ഡോക്ടറോ ആണെന്ന് വിചാരിക്കുക. നമ്മളിങ്ങനെ അതേമാതിരി ഒരു ദേശീയ സെമിനാർ എന്ന് പറഞ്ഞാൽ നടത്തിയാൽ തന്നെ നമ്മൾ ചോറും കൂടിയും കിട്ടാതെ വരുമോ, അതൊക്കെ ഒന്ന് പരിശോധിക്കേണ്ട തന്നെയല്ലേ. അപ്പൊ എന്തുകൊണ്ട് ആ വായന അന്ന് നിർത്തിയതുകൊണ്ടാണ് ഈ രൂപത്തിൽ നമ്മളിങ്ങനെ സംഗതി ചോറൊക്കെ കിട്ടാൻ ലേശം വിഷമുണ്ടായാലും സാരല്ല, അത് ആളേറിയിട്ടല്ലേ എന്നും പറഞ്ഞങ്ങാണ്ട് ഇങ്ങനെ വന്നിരിക്കണതിന്റെ കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ചില വായനയൊക്കെ നിർത്തേണ്ടി വരും എന്നർത്ഥം.
അപ്പൊ എന്തായാലും അങ്ങനെയാണ് സ്കൂൾ നിർത്തുന്നത്. സ്കൂൾ നിർത്തിയിട്ട് പിന്നെ ഓതാൻ കൊണ്ടാക്കുന്നത് CM വലിയുല്ലാഹിയുടെ പിതാവിന്റെ അടുക്കലാണ്. അതാണ് ഉസ്താദുമാരും ഔലിയാക്കളാണെന്ന് പറയാൻ കാരണം. CM മക്കാമിൽ 2 ഖബറാണ് ഉള്ളത്. ഒന്ന് CM വലിയുല്ലാഹിയുടെ, ഒന്ന് വാപ്പാന്റെ ഖബറാണ്. ആ വാപ്പന്നെയാണ് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ് എന്ന് പറയുന്നത്. ഇനി ശിഷ്യന്മാരും ഔലിയാക്കളാണ്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ എന്ന് മാത്രം. എല്ലാതും ഇപ്പൊ തന്നെയാണ് പറയാൻ പറ്റാതല്ല. അപ്പോ വാപ്പാരും ഔലിയാക്കന്മാരെന്നെയാണ്, ഉസ്താദുമാരും ഔലിയാക്കന്മാരെന്നെയാണ്, ശിഷ്യന്മാരും ഔലിയാക്കന്മാരെന്നെയാണ്. വിലായത്തിന്റെ ഏറ്റവും ചെറിയ മക്കാം എന്ന് പറഞ്ഞത് ഈമാനാണ്. ഇന്നമാ വലിയുക്കുമുല്ലാഹു അല്ലദീന ആമനു. രണ്ടാമത്തത് വിലായത്തിന്റെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ ദറജ എന്ന് പറയുന്നത് ഇൽമാണ്. ഇൽമ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറയണ്ടായി, അത് ഇസ്ലാമിൽ ഒരു സാങ്കേതികമായ പ്രയോഗമാണ്. ആലിം എന്ന് ഇൽമുള്ള ആൾക്ക് പറയും, പക്ഷെ എല്ലാ ഇൽമുള്ള ആൾക്കാർക്കും ആലിം എന്ന് പറയില്ല. ആലിം എന്ന് പറയുന്നത് ഇൽമിന്റെ കൂടെ തഖ്വയും ഇബാദത്തുമുള്ള ആൾ, അഥവാ ഇൽമ് നാഫി ആയ ആൾക്കാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആലിം എന്ന് പറയുന്നത്. അതിന് തന്നെയാണ് ഉഖറവിയായ ആലിം എന്നും പറയുന്നത്. അപ്പോ ആലിം എന്ന് മാത്രല്ലല്ലോ നമ്മൾ പറഞ്ഞത്, ആലിമുകളുടെ ശംസ് എന്നാണ് പറയുന്നത്. മഹാനവറുകളുടെ ദറജയെ സൂചിപ്പിക്കുന്നതാണ് ആ പ്രയോഗം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിദ്ധീകരിച്ച ശംസുൽ ഉലമയുടെ സ്മരണികയിൽ ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഒരു ലേഖനുണ്ട്. മഹാനായ ഹൈദരലി ശിഹാബ് തങ്ങൾ അവരുടെ ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. ആ ലേഖനത്തിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്: ഇശാ മഗ്രിബിനിടയിൽ തുറക്കാത്ത വാതിൽ എന്നതാണ് അതിന്റെ ഹെഡിങ്. സംസാരത്തിനൊരു സൗന്ദര്യമുണ്ട്, നിശബ്ദതക്ക് വേറൊരു സൗന്ദര്യമുണ്ട്. നിശബ്ദതയുടെ സൗന്ദര്യത്തെ ഏറ്റവും നന്നായി അവതരിപ്പിച്ച ആളായിരുന്നു മഹാനായ ശംസുൽ ഉലമാ റഹിമഹുല്ലാ എന്ന് പറയാം. ശബ്ദത്തിന് നമ്മളിപ്പോൾ എല്ലാവരും കൂടി നിന്നാണ്ട് ഒച്ചട്ടാൽ ഒരു രസം ഉണ്ടാവും. അതാണ് പൂരത്തിന്റെ ഒക്കെ രസം. ഒച്ചട്ടാൽ രസം ഉണ്ടാവും. നിശബ്ദതക്ക് ഒരു സൗന്ദര്യമുണ്ട്. ആ നിശബ്ദതയുടെ സൗന്ദര്യത്തെ ഏറ്റവും മനോഹരമായി വരച്ചു കാണിച്ചു. അല്ലെങ്കിലും വർത്താനം പറയുന്നതിനേക്കാൾ പഠിക്കാനുള്ളത് വർത്താനം പറയാതിരിക്കാനാണ് എന്നാണ്. വർത്താനം പറയാൻ പിരാന്തുണ്ടായാലും മതി, പറഞ്ഞുകൊണ്ടേയിരിക്കും. അതേ സമയത്ത് മൗനം വാചാലമാക്കാൻ കഴിയണമെങ്കിൽ അപാരമായ ശക്തിയുള്ളവർക്ക് മാത്രമാണ് സാധ്യമാവുക എന്നതാണ്. മഹാനായ ശംസുൽ ഉലമാ റഹിമഹുല്ലാ പറഞ്ഞു എന്നതിനേക്കാൾ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും പറഞ്ഞില്ല എന്നുള്ളിടത്തിരിക്കുന്നുണ്ട്. ശംസുൽ ഉലമയുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ പഠിക്കണം. ഇശാ മഗ്രിബിന്റെ ഇടയിൽ സാധാരണഗതിയിൽ സംസാരിക്കുന്നില്ല. ഇശാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കുമ്പോഴാണ് വീട്ടുകാര്യങ്ങൾ ചോദിച്ചറിയുന്നത്. ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം വീണ്ടും ദിക്റിലേക്ക് തന്നെയാണ് മുഴുകുന്നത്. നേരം പുലരുന്നത് വരെ ദാക്കിറാവും. 3 അവസ്ഥയിൽ മാത്രമാണ് ശൈഖുനായെ കാണാൻ പറ്റുള്ളൂ എന്നാണ്. ഒന്ന് ദാക്കിറായ അവസ്ഥയിൽ കാണാം, രണ്ടാമത്തത് വലിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് കാണും, മൂന്നാമത് സഹീഹുൽ ബുഖാരി ദർസ് നടത്തുന്നതായിട്ട് കാണും. ഇതല്ലാത്ത ഒരു സാഹചര്യത്തിൽ കാണാൻ ശ്രമിച്ചാൽ വാതിലടച്ചിട്ടുണ്ടാവും. വാതിലടച്ച് ആ വാതിലിന്റെ വിടവിലൂടെ നോക്കിയാൽ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്ന് തസ്ബീഹ് മാല സ്പീഡിൽ മറിച്ചു കൊണ്ടിരിക്കുന്ന ശൈഖുനയെയാണ് യഥാർത്ഥത്തിൽ കാണാൻ പറ്റുക. അപ്പൊ 3 കാര്യങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ, ഒന്ന്, മഹാനായ ശൈഖുനയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിലേക്ക് ചെന്ന് മുട്ടുന്ന ഔലിയാഇന്റെ കുടുംബ പരമ്പരയാണ് എന്ന് പറയാം. 2 ഉസ്താദന്മാരുടെ പാരമ്പര്യം പരിശോധിക്കുമ്പോൾ അതും ഔലിയാക്കളുടെ വളരെ പ്രധാനപ്പെട്ട പാരമ്പര്യത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കും. ഇങ്ങനെ എല്ലാ നിലയിലും തേഞ്ഞ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ എന്നാണ് മഹാനവറുകളെ നമുക്ക് വിലയിരുത്താൻ പറ്റുക. അപ്പൊ ഒരു മനുഷ്യനെ നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം പിതാവിനെ കുറിച്ച് പഠിക്കും, പിന്നെ കൂട്ടുകാരെ കുറിച്ചാണ് രണ്ടാമത് പഠിക്കുക. നമ്മളെ മോൾക്കൊരു കല്യാണ നിശ്ചയം വന്നാല് നമ്മൾ സാധാരണഗതിയിൽ ഓലെ പേരൻ്റെ അടുത്തുള്ള നിസ്കാര പള്ളിയിലേക്ക് ഒന്ന് അസർസ്കരിക്കാൻ പോവുകയാണ് ചെയ്യുക, ഔദ്യോഗിക അന്വേഷണത്തിന് മുമ്പ്. അങ്ങനെ അസർസ്കാരം കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്തുള്ള ചായപ്പൊടിയൊക്കെ ചായ കുടിക്കാൻ കയറിയാൽ നമ്മളിങ്ങനെ അന്വേഷിക്കും. ആ മയമുട്ടിയാജിയുടെ മൂത്ത മകൻ സുലൈമാനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ പറയും, ചെറുക്കനൊന്നും തിരക്കടില്ല, വളരെ ഉഷാറാണ്, നാട്ടുകാർക്കൊക്കെ വേണ്ടപ്പെട്ട ആളാണ്, കുടുംബമൊക്കെ നോക്കുന്ന ആളാണ്, പക്ഷെ അവൻ്റെ കൂട്ടുകാരൊക്കെ മോശമാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി ആള് മോശമാണ് എന്ന്.
ഏത് മനുഷ്യനെയും വിലയിരുത്തുമ്പോൾ രണ്ടാമത് നോക്കുന്നത് കൂട്ടുകാർ ആരൊക്കെയാണ് എന്നാണ്. ഔലിയാക്കളാണ് കൂട്ടുകാർ എന്നുള്ളതാണ് ശൈഖുനയുടെ പ്രത്യേകത. അക്കാലത്തെ 20-ാം നൂറ്റാണ്ടിലെ എല്ലാ മഹത്തുക്കളും ശൈഖുനായെ ഒരല്പമെങ്കിലും പരാമർശിക്കാതെ പോയിട്ടില്ല. മഹാനായ ശൈഖുന റഹിമഹുല്ലയുടെ മൗലൂദ് ഓതിയത് അരിമ്പ്ര ഉസ്താദാണ്. അരിമ്പ്ര ഉസ്താദ് എന്ന് പറഞ്ഞാൽ വിലായത്തുള്ള ആളാണെന്നുള്ളതിൽ ആർക്കും തർക്കമില്ലല്ലോ. ആ കാലത്തെ ഔലിയാക്കൾ ആരിഫീങ്ങൾ ശൈഖുന റഹിമഹുല്ലയെ പരാമർശിക്കാതെ പോയിട്ടില്ല എന്നുള്ളത് അവരുടെ മഹത്വത്തെ സൂചിപ്പിക്കുന്നു. മാത്രമല്ല, ഒരു കാലത്തിന്റെ ഏറ്റവും വലിയൊരു സമുദ്ധാരകൻ എന്ന് പറയാവുന്ന തരത്തിൽ നമ്മുടെ കേരളത്തിൽ മൺമറഞ്ഞു പോയ എല്ലാ മഹത്തുക്കളെയും കണ്ടെത്തിയിട്ടുണ്ട്. 2 ആഴ്ച മുമ്പ് ഞാൻ മംഗലാപുരത്ത് കുറെ ഉള്ളോട്ട് പോയിട്ട് ഒരു സ്ഥലത്ത് ഒരു പരിപാടിക്ക് പോയപ്പോൾ അവിടെ ഒരു മക്കാമുണ്ട്. അപ്പൊ ആ മക്കാമിൽ സിയാറത്ത് ചെയ്യാൻ വേണ്ടി കയറിയപ്പോൾ ആ നാട്ടുകാർ പറഞ്ഞു, മഹാനായ ശൈഖുന ശംസുൽ ഉലമ ഇവിടെ വന്നിട്ടുണ്ട്, ഇതൊരു സയ്യിദാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന്റെ ശേഷം പിന്നെ അവിടെ ഒരു ബോർഡുമ്മ സയ്യിദ് എന്ന് കൂട്ടി എഴുതിയിട്ടുണ്ട്. അപ്പോ കേരളത്തിലും പരിസരത്തൊക്കെ മൺമറഞ്ഞു പോയ ആൾക്കാരൊക്കെ കണ്ടെത്തുക, ജീവിച്ചിരിക്കുന്ന സ്വാലിഹീങ്ങളൊക്കെ കണ്ടെത്തുക, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഞാൻ മൂന്നാമതൊരു വിഷയം, ഒരു മനുഷ്യന്റെ ജീവിതം ഹൈറോ ഷെറോ എന്ന് തീരുമാനിക്കുന്നതിൽ മൗത്ത് എങ്ങനെ നോക്കും എന്നുള്ളത് പ്രധാനമാണ്. ഏത് മനുഷ്യന്മാരും അങ്ങനെയാണ്. അതിനാണ് നമ്മൾ ഹുസ്നുൽ ഖാത്തിമ എന്ന് പറയുന്നത്. ഹുസ്നുൽ ഖാത്തിമ എന്ന് പറഞ്ഞാൽ 4 ആൾക്കാരോട് പറയാൻ പറ്റുന്ന രൂപത്തിൽ മൗത്ത് ആവുന്നതിനെയാണ് ഹുസ്നുൽ ഖാത്തിമ എന്ന് പറയുന്നത്. വാപ്പ മരിച്ചിട്ട് ചെന്ന് അപ്പോൾ മോനോട് ചോദിച്ചു, എന്തേ വാപ്പാക്ക് തരണമെന്ന് ചോദിച്ചു. കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വെള്ളിയാഴ്ച രാവിലെ സാധാരണ മങ്കൂസ് മൗലൂദ് ഓതൽ പതിവുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ അത് ഓതി. മരിച്ചവർക്ക് യാസീൻ ഓതി തോരന്ന് അദ്ദാദൊക്കെ ചൊല്ലി ഇശാംസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് മൂത്രമൊഴിച്ച് ഒതുണ്ടാക്കിയിട്ട് വാപ്പ കടക്കാൻ പോയോടത്തുനിന്ന് നെഞ്ഞത്ത് കൂടി ഒരു വേദന ഉണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ ഓടിച്ചെന്ന് കട്ടിനമ്മക്ക് എടുത്തിടത്തി സംസം വെള്ളം വേണമെന്ന് പറഞ്ഞ് കൊണ്ടേ കൊടുത്തു. 3 മുറുക്ക് കുടിച്ചിട്ട് കട്ടിലും എങ്ങനെയാണ് നീണ്ടു നിന്ന് കടന്നങ്ങാണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 3 വട്ടം പറഞ്ഞ് പിന്നെ വാപ്പ ഒരു വലി ഇങ്ങനെയാണ് വലിച്ചു. പിന്നെ വാപ്പ മുണ്ടിയില്ല എന്ന് പറയുമ്പോ സംഗതി വാപ്പ മരിച്ചു എന്നാണ് പറഞ്ഞാലും പറയണതിന് ഒരു ചൊറുക്കുണ്ട്. അതിന്റെ പേരാണ് ഹുസ്നുൽ ഖാത്തിമ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ശംസുൽ ഉലമയുടെ വഫാത്ത് ഇങ്ങനെ എപ്പോഴും പറഞ്ഞത്. ആൾക്കാർ ചോദിക്കും, നിങ്ങൾക്ക് ഈ ഫാത്തിമ ഹോസ്പിറ്റലിൽ കിടന്ന വഫാത്ത് അല്ലാതെ വേറൊന്നും പറയാനില്ലേ? വേറൊരു ചോദ്യമാണ്, ആ മദ്രസന്റെ എണ്ണല്ലാതെ വേറൊന്നും പറയാനില്ലേ? അത് പറയാൻ മാത്രം ഉള്ളതുകൊണ്ടാണല്ലോ ഈ സംഗതി. ശംസുൽ ഉലമ റഹിമഹുല്ലയുടെ വഫാത്ത് പറയാൻ മാത്രം ഉള്ളതുകൊണ്ടാണ് പിന്നെയും പറയണത്. ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് തീരുമാനിക്കുന്നതിൽ ആ മനുഷ്യന്റെ മൗത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അതുകൊണ്ടാണ് അത് പറയുന്നതും അത് പറയേണ്ടി വരുന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് മഹാനവറുകളുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ട കുറേ കാര്യങ്ങളുണ്ട്. വിലായത്തിനെ അള്ളാഹു പല കാര്യങ്ങളെ കൊണ്ട് മറച്ചു വെക്കാറുണ്ട്. നുബുവത്ത് കൊണ്ട് മറക്കും വിലായത്തിനെ. നാളെ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയിൽ മങ്കൂസ് മൗലൂദിനെ കുറിച്ചൊരു പ്രഭാഷണം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോകുമ്പോൾ ഒരാൾ ചോദിച്ചു, ഈ മങ്കൂസ് മൗലൂദിന്റെ അവസാനത്തിലുള്ള ദുആയിൽ വലിയക്കല്ലാതെയുന്നുണ്ട്, അത് ആരാണെന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങളാണ് മങ്കൂസ് മൗലൂദിന്റെ അവസാനത്തിലുള്ള ആ ദുആ എഴുതിയത്. അതിന് 2 ഭാഗമാണ്. ആദ്യത്തിലൊരു സ്വലാത്ത ഉള്ളത്, അതിന് സ്വലാത്തുൽ മുൻജിയ എന്ന് പറയും. പിന്നെ 2ാം ഭാഗത്തിലൊരു ദുആയാണ്, അല്ലാഹുമ്മ ഇന്നാ നതവസ്സലു ഇലൈക ബിസ്മിക്കൽ അദീം വബിജാഹി നബിയിക്കൽ കരീം വലിയക്കൽ അദീം എന്ന് പറഞ്ഞാൽ വലിയ ആരാന്നാണ് മൂപ്പർക്ക് അറിയേണ്ടത്. അതിന് 2 തഫ്സീറാണ് ഉള്ളത്. ഒന്ന്, അത് നബി തങ്ങൾ തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെ മുന്നേ പറഞ്ഞത് മുത്തുനബിനെ കുറിച്ചാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയക്കൽ അദീം എന്ന് പറഞ്ഞത് നബി തങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ട്? എല്ലാ അമ്പിയാക്കളും ഔലിയാക്കളാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എന്താ ഔലിയാക്കളില്ല എന്ന് ചോദിച്ചാൽ നബി തങ്ങൾ വലിയ തന്നെയാണ്. പിന്നെ 2ാമത് വിലായത്തിനെ മറച്ചു വെക്കുന്ന മറ്റൊന്ന് സുഹബത്താണ്. എല്ലാ സ്വഹാബത്തും ഔലിയാക്കളാണ്. അത് കഴിഞ്ഞാണ് പിന്നെ നമ്മൾ താഴേക്ക് ഇങ്ങനെ എണ്ണി വരുന്നത്. അവിടെയും പല കാര്യങ്ങളെ കൊണ്ട് മറച്ചു വെക്കുന്നതുണ്ട്. ഫിഖ് കൊണ്ടുള്ള മറക്കല്, വിലായത്തിനെ ഫിഖ് കൊണ്ട്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അതിന്റെ ഉദാഹരണമാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വലിയാണ് എന്നുള്ളതിൽ അഭിപ്രായമൊന്നുമില്ലല്ലോ. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു വലിയാണ് എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വലിയാണെന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. ഫിഖ് കൊണ്ട് മറച്ചു വെച്ചു. അങ്ങനെ ചില ആളുകളുടെ വിലായത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെക്കും. മാല് കൊണ്ട് മറച്ചു വെച്ചതുണ്ട്.
ചെമ്മകം കുഞ്ഞാപ്പാജിന് അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു നിരീക്ഷണമാണ്, നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ നിരീക്ഷിക്കാം. ജാഹു കൊണ്ട് മറച്ചു വെച്ചതുണ്ട്, സ്ഥാനമാനങ്ങളെ കൊണ്ട് വിലായത്തിനെ മറച്ചു വെച്ചതുണ്ട്. ടിപ്പു സുൽത്താൻ അതിൻ്റെ ഉദാഹരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മഹാനായ ശംസുൽ ഉലമയുടെ വിലായത്ത് മനസ്സിലായവർക്ക് മനസ്സിലാവും, അല്ലാത്തവർക്ക് മനസ്സിലായില്ല എന്നതാണ്. അതായത് ശംസുൽ ഉലമ റഹിമഹുല്ലയെ എതിർക്കുമ്പോൾ അതിന് ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ ഉണ്ടാവും. ഖാസിം ഉസ്താദിന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് അത് അസ്ലുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. മുപ്പര് കുറച്ചുകൂടി ഉഷാറായിട്ടാ പറയാ നുത്തുഫത്തിന്റെ പ്രശ്നമാണ് എന്നാ പറഞ്ഞത്. ഞാനൊന്ന് മയപ്പെടുത്തി പറഞ്ഞതാണ് സംഗതി. അത് സംഗതി നമ്മൾ ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. ശംസുൽ ഉലമയെ ഒരാളെ എതിർക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവന്റെ ഗുരുപരമ്പര അല്ലെങ്കിൽ അവന്റെ പിതാക്കന്മാരുടെ പരമ്പര നേരത്തെ സമസ്തയുടെ മുൻകഴിഞ്ഞ നേതാക്കളെ എതിർത്തിട്ടുണ്ടാവും. എനിക്ക് വേറൊരു നിരീക്ഷണം ഉണ്ട്, നിങ്ങൾ എത്ര കണ്ട് യോജിക്കുന്ന അറിയില്ല. സയ്യിദുൽ ഉലമയെ എതിർക്കുന്നവർ അവരുടെ ബാപ്പാരോ അല്ലെങ്കിൽ അവരുടെ ഗുരുക്കന്മാരോ ഒരു കാലത്ത് ശംസുൽ ഉലമയെ എതിർത്തിട്ടുണ്ടാവും. നിങ്ങൾ പരിശോധിച്ച് നോക്കി, ഞാൻ പരിശോധിച്ചപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഈ കുരുത്തക്കേട് എന്ന് പറഞ്ഞത് പാരമ്പര്യമായിട്ട് കിട്ടും. കുരുത്തക്കേട് പല നിലക്കും കിട്ടും, കുരുത്തക്കേട് പാരമ്പര്യമായിട്ടും കിട്ടും. അപ്പൊ അതുകൊണ്ട് കുരുത്തക്കേടിന്റെ വാഹകരാകരുത്. ശംസുൽ ഉലമ റഹിമഹുല്ലയുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു സന്ദേശം എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ ഷിആറുകളോട് വലിയ ബഹുമാനമായിരുന്നു. ഈ മക്കാമുകളോടൊക്കെ ഉള്ള ബഹുമാനം അതിൽ പെട്ടതാണ്. ഷിആറുകളോട് ഇലാഹിയായ ഒമയു അലിം ഷായിറല്ലാഹ്, ഷിആറുള്ളയോട് വലിയ ബഹുമാനമാണ് കാണിച്ചിരുന്നത് എന്നതാണ്. സയ്യിദന്മാരോടുള്ള ബഹുമാനമൊക്കെ അതിന്റെ ഭാഗമായി വന്നു, ആലിമീങ്ങളോടുള്ള ബഹുമാനമൊക്കെ അതിന്റെ ഭാഗമായിട്ട് വന്നു. ഈ കേസ് മൗലവി പറഞ്ഞതായിട്ട് ശംസുൽ ഉലമ സ്മരണികയിൽ പറയുന്നുണ്ട്. ഈ കേസ് മൗലവി ശംസുൽ ഉലമയെ കുറിച്ച് എപ്പോഴും പറയാറുണ്ടായിരുന്നത്രേ ഇക്കാക്കാനെ ഒതുല്ലാതെ തുടരുത് എന്ന്. വെറുതെ പറയണല്ല, സമസ്ത നേരിട്ട് പ്രസിദ്ധീകരിച്ച ശംസുൽ ഉലമ സ്മരണികയിൽ ഈ കേസ് മൗലവി അങ്ങനെ പറഞ്ഞതായി പറഞ്ഞിട്ടുണ്ട്. ഇക്കാക്കാനെ ഒതുല്ലാതെ തുടരുത് എന്ന്. ഒരു മനുഷ്യനെ ഒതുല്ലാതെ തുടരുത് എന്ന് പറയണമെങ്കിൽ ആ മനുഷ്യന്റെ ദർജ എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നതിൻ്റെ അപ്പുറത്താണ് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ മഹത്തുക്കളോട് ഷിആറുകളോട് വലിയ ബന്ധം, സയ്യിദന്മാരോടൊക്കെ വലിയ ബന്ധം. ഈ കേസ് മൗലവി അതുപോലെ ശംസുൽ ഉലമയുടെ ജ്യേഷ്ഠന്മാര് ഒക്കെ ഈ മർത്തബയിൽ തന്നെ ഈ വഴിയിൽ തന്നെ മുന്നോട്ട് പോയതിന്റെ പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്. അതൊക്കെ പാരമ്പര്യവുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് കാണാം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന്റെ പാരമ്പര്യം. തന്റെ സഹോദരൻ മരണപ്പെട്ടപ്പോ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വരുന്നത് വരെ മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി കാത്തുന്നു എന്ന് നമ്മളെല്ലാവരും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. സയ്യിദാണ് എന്നുള്ളത് തന്നെയാണ് ഒരു കാരണം, യാതൊരു തർക്കവും അതിലില്ല. സയ്യിദന്മാരോട് ശൈഖുനാക്ക് വലിയ താല്പര്യവും ഇഷ്ടവും ബന്ധവും ആയിരുന്നു. എൻ്റെ ഒരു നിരീക്ഷണം അതിന് വേറുണ്ട്. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നക്ഷബന്ദിയായിരുന്നു. താനൂർ അബ്ദുൽ ഖാദിർ ഷെയ്ഖിന്റെ മുരീദിൽ നിന്ന് നക്ഷബന്ദി സ്വീകരിച്ച ആളാണ്. അത് സിദ്ദീഖ് റളിയല്ലാഹുവിലേക്ക് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു വഴിയായിട്ട് വാസിലാവുന്ന തരീഖാണ്. അതുകൊണ്ടുകൂടിയാണ് കാത്തുന്നത് എന്നൊരു നിരീക്ഷണം എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് മഹാനായ ശൈഖുന ശംസുൽ ഉലമയുടെ ജീവിതവും ദർശനവും നമ്മൾ പകർത്തേണ്ട കാര്യങ്ങളും എല്ലാം ഒത്തുചേർന്നിട്ടുള്ള, എന്തുകൊണ്ടും നമ്മളെ എല്ലാ സമയത്തും നമുക്ക് ചെയ്ത് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം എന്താ വെച്ചാല് ശംസുൽ ഉലമ റഹിമഹുല്ലയുടെ മനാഖിബ് പറയുന്ന ഏറ്റവും ചുരുങ്ങിയത് 10 പുസ്തകങ്ങളെങ്കിലും നിലവിൽ മാർക്കറ്റിൽ ഉണ്ടാവും. ഒരു പുസ്തകം പോലും ഒന്ന് തല മുതൽ അവസാനം വരെ നമ്മൾ വായിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ ചെയ്ത ഏറ്റവും വലിയൊരു അബദ്ധം. അതുകൊണ്ട് ഇന്നത്തെ ഈ സെമിനാറെങ്കിലും അങ്ങനെ ശംസുൽ ഉലമയുടെ മനാഖിബ് പറയുന്ന ഒരു പുസ്തകം തല മുതൽ അവസാനം വരെ ഒരാവർത്തിയെങ്കിലും ഒന്ന് വായിച്ചു തീർക്കാനുള്ള ഒരു പ്രചോദനമായി മാറിയെങ്കിൽ എന്ന് ആശിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദീർഘിച്ച് സംസാരിക്കുന്നില്ല, ധാരാളം ഉസ്താദുമാർ സംസാരിക്കാനുണ്ട്. ജൂനിയർ എന്നുള്ള നിലയിൽ അവർക്കൊക്കെ വേഗത്തിൽ സ്ഥലം ഒഴിഞ്ഞു കൊടുക്കേണ്ട ആളാണ് ഞാൻ. അതുകൊണ്ട് ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.